മീഷോ പോലത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ സെല്ല് ചെയ്യണമെങ്കിൽ GST നമ്പർ അനിവാര്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. GST നമ്പർ ഇല്ലെങ്കിൽ പോലും നമുക്ക് മീഷോ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ സാധിക്കും. ഫോർ സെല്ലേഴ്സ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ GST ഇറ്റ് ഇസ് നെസസറി ടു പൊസസ് ആൻ എൻറോൾമെൻറ്റ് ID ഓർ UIN. അപ്പോൾ ഈ GSTയുടെ എൻറോൾമെൻറ്റ് ID ഉണ്ടെങ്കിൽ നമുക്ക് മീഷോയിൽ ഉടൻ തന്നെ ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എൻറോൾമെൻറ്റ് ID ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം GSTയുടെ പോർട്ടലിലേക്ക് പോവുക. GSTയുടെ പോർട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് gst.gov.in എന്ന് പറയുന്ന ഈ ഒരു URL പോവുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം യൂസർ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷന് താഴെ ജനറേറ്റ് യൂസർ ID ഫോർ അൺരജിസ്റ്റേർഡ് ആപ്ലിക്കൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വാണിംഗ് വരും. നമ്മൾ എടുക്കുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള പർപ്പസാണ്. ഇപ്പം നമ്മൾ അൺരജിസ്റ്റേർഡ് യൂസറായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യെസ് കൊടുക്കുക. ഏറ്റവും യെസ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്തുകൊണ്ടാണ് ID എടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏതായാലും ഇ കൊമേഴ്സിൽ കൂടി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെ സെക്കൻഡ് ഉള്ള ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യം നമ്മുടെ പാൻ നമ്പറിലുള്ള പോലത്തെ പേര്, പാൻ നമ്പർ, അതേപോലെ നമ്മുടെ പ്രൈമറി ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് GST എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്റ്റേറ്റ്, സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ്, സെക്കൻഡറി മൊബൈൽ നമ്പർ എന്നീ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സും സെക്കൻഡറി മൊബൈൽ നമ്പറും ഒക്കെ ഓപ്ഷണലാണ്. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി 3 ആ ഒരു സ്റ്റാർ ഇട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ എവിടെയാണോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ അഡ്രസ്സൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് എന്ത് പ്രൊഡക്റ്റാണോ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിനൊരു HSN നമ്പർ ഉണ്ടാവും. ആ ഒരു HSN നമ്പറും അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ക്യാപ്ച ഫില്ല് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഒരു മൊബൈൽ OTP ഇമെയിൽ OTP വരുന്നതാണ്. ഈ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ എൻറോൾമെൻറ്റ് ID അവിടെ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും എസ്പെഷ്യലി ഇമെയിൽ IDയിലേക്ക് ഈ എൻറോൾമെൻറ്റ് ID വരുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് മീഷോയിൽ സെല്ലർ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.